ശ്രീ സേനാപതി വേണു അന്നേ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അത്ഭുതവുമില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഒരു വലിയ വെട്ടിപ്പാണ് ഇതിലൂടെ നടത്തിയത് എന്ന അയ്യപ്പ സംഗമത്തിലൂടെ. അല്ല, കഴിഞ്ഞ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ UDF ഇക്കാര്യത്തിൽ വിരുദ്ധമായ നിലപാട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി 2ലധികം ഹർജികൾ ഹൈക്കോടതിയിൽ വന്നു ഇതിനെ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. സർക്കാർ അന്ന് പറഞ്ഞ നിലപാട് ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഒരു പൈസ പോലും ഇതിനായി ചെലവഴിക്കേണ്ടതില്ല, അതുകൊണ്ട് ഇത് തടയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഇതിന് അനുമതി കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ സവിശേഷമായിട്ട്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും ഒക്കെ ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഹൈക്കോടതിക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്. അതല്ലാതെ പൊതുജനത്തിനോടോ അല്ലെ നമ്മളോട് മാധ്യമങ്ങളോടോ പറഞ്ഞതല്ല. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പൈസ പോലും ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ ഈ കാര്യത്തിൽ ചെലവഴിക്കില്ല, ഇത് സ്പോൺസർമാർ വഴി മാത്രം സമാഹരിക്കുന്ന തുകയാണ് എന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി കൊടുത്തത്. അങ്ങനെയാണ് ഈ ഹർജിക്കാർ കൊടുത്ത ഹർജി കോടതി തീർപ്പാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേവലം ഒരു ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് തുക ചെലവഴിച്ചു എന്നുള്ളതല്ല. രാജ്യത്തെ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠത്തിന് കൊടുത്ത സത്യവാങ്മൂലം പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഭരണഘടനയുടെ ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു ഉറപ്പ് അത് ഇവിടെ ഹൈക്കോടതിക്ക് കൊടുത്തത് ലംഘിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു കൃത്യം കൂടി ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി നൽകുന്ന വിശദീകരണം, അദ്ദേഹം പതിവ് പോലെ ദേവസ്വം ബോർഡിലേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഈ കുറ്റം ചാർത്തുകയാണ്. അതിപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുമ്പോഴും സർക്കാരിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു നിയന്ത്രണവുമില്ല. ശരിയാണ്, നിയമപരമായി ഒരു നിയന്ത്രണവുമില്ല. പക്ഷേ ദൈനംദിനമായ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവിടെ എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പല യോഗങ്ങളും ചേർന്നിരുന്നു. അതിലൊക്കെ പലതിലും ദേവസ്വം മന്ത്രിയും സന്നിഹിതനായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് പമ്പയിൽ അദ്ദേഹത്തെ ആ 2 ദിവസങ്ങളിൽ മുഴുവൻ സമയവും കാണാമായിരുന്നു. അയ്യപ്പ സംഗമത്തിൻ്റെ അന്നും അതിന് തലേ ദിവസവും പിന്നെ അതിന് മുൻപുള്ള ദിവസങ്ങളിലും പലതവണ അദ്ദേഹം പമ്പയിലെത്തി ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഇത് ദേവസ്വം ബോർഡാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ദേവസ്വം മന്ത്രിയുടെ PN വാസു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 1 രൂപയോ ഒരു നയ പൈസയോ വരവെക്കാൻ ഗവൺമെൻറ്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയതവരാണ്, ഒപ്പം വരവില കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ പരിശോധിക്കേണ്ട കൂട്ടർ അത് പരിശോധിച്ച് ഓഡിറ്റ് സഹിതം കോടതി കൊടുക്കണം എന്നാണെന്ന് അവർ തീരുമാനിച്ചുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി കാര്യം ദേവസ്വം ബോർഡിൻ്റെ അധികൃതരോട് ചോദിച്ചെങ്കിലേ പറയാൻ പറ്റും. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അന്നൊന്നും ആദ്യം അഡ്വാൻസ് എടുത്തത് തിരിച്ചവർ സ്പോൺസർഷിപ്പ് കൊടുത്തെന്നാണെന്ന് പരസ്യപ്പെടുത്തി കണ്ടത്. മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ ആശയം നടത്തേണ്ട കാര്യമില്ല. കാരണം സാമ്പത്തിക കാര്യം എപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ ദേവസ്വം ബോർഡ് തന്നെയാണ്. ശരി, ഈ വിശദീകരണത്തെ എങ്ങനെ കാണുന്നു ശ്രീ സേനാപതി വേണു? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ ആഘോഷമായിട്ടാണ് ഇവർ ഈ പരിപാടി നടത്തിയത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു, 51 വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് വിളിച്ചാലോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും അംഗങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നത്, ഇന്ത്യയിൽ നിന്ന് പോയ വിദേശത്ത് താമസിക്കുന്ന ആളുകളാണ്, പോട്ടെ. എന്നാൽ ഇവർ നമ്മളോട് പറഞ്ഞത് അത് മാത്രമാണോ? ഈ സംഗമം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പ്രചരണം എന്തായിരുന്നു? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ ഭരണ നേട്ടമായിട്ടല്ലേ ഇവർ കണക്കാക്കിയത്. ആരൊക്കെയാണ് വന്നത്? തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. പളനിയപ്പൻ ത്യാഗരാജനാണ് വന്നത്. യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ വായിക്കുന്നു. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എന്ന് പറഞ്ഞ പോലെ തുടങ്ങിയതുപോലെ എന്തൊക്കെയായിരുന്നു ഇവരുടെ പ്രചരണങ്ങൾ. ഇങ്ങനെ ഒന്ന് ലോകത്തിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ എത്രയോ വലിയ നേട്ടം എന്ന നിലയിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ അവരുടെ പ്രസ്താവനകളൊക്കെ. അന്ന് വൈകുന്നേരം തന്നെ ദേവസ്വം മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. അത് ആദ്യം അദ്ദേഹം പറഞ്ഞെന്താ, യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് കിട്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന PS പ്രശാന്ത് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഇവിടെ വായിക്കാനായിട്ട് പറ്റുമോ? തമിഴ്നാട്ടിലെ ഒരു മന്ത്രി, മുഖ്യമന്ത്രി വന്നില്ല, അത് പക്ഷേ അവരുടെ ഗവൺമെന്റിന്റെ പ്രതിനിധിയെ അവർ അയച്ചിരുന്നു. ഈ
ദേവസ്വം ബോർഡ് വിളിച്ചാൽ വരുന്നതാണോ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ പ്രതിനിധികൾ വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആര് ചെയ്താണ്? ഇത് സർക്കാർ സ്പോൺസേഡ് ആണ്. സർക്കാർ സ്പോൺസേഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിന് ഇപ്പോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, ഈ 3.40 കോടി ഇത് എവിടെ നിന്നാണ് അന്ന് ചെലവഴിക്കരുത് എന്ന് ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം കൊടുത്ത തുക ചെലവഴിച്ചിരിക്കുന്നു. ഈ കാര്യം ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പൊ മന്ത്രി എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം കൈ കഴുകുന്നത്. അതൊക്കെ ദേവസ്വം ബോർഡിന്റെ കാര്യം, ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഉത്തരവാദിത്വമില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ നേട്ടം ഞങ്ങൾക്ക് കോട്ടം വരുമ്പോൾ അത് പ്രശാന്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.